ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഒത്തിരി ഒന്നുമില്ല കേട്ടോ, വളരെ കുറച്ചേ ഉള്ളേ. ചില ഇന്ന് നമുക്ക് ഒരു കോവലിൻ്റെ കമ്പ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് വെക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് വെച്ചപ്പോഴത്തേക്കിന് ഞാനൊരു ചെറിയൊരു വീഡിയോ എടുത്തു, നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടും അങ്ങനെ എടുത്തത് കേട്ടോ. വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ചേട്ടൻ പണി കഴിഞ്ഞ് വന്ന സമയത്ത് രണ്ട് കോവലിൻ്റെ കമ്പ് എവിടുന്നോ കിട്ടി. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് കുഴിച്ച് വെക്കാൻ പോവാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ തന്നെ രാവിലെ രണ്ട് മറ്റേ നമ്മുടെ കറിവേപ്പിൻ്റെ തൈ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് രാവിലെ തന്നെ കുഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ കാണിക്കാം കേട്ടോ. ഇത് വലിയ നൽപ്പുള്ള കമ്പൊന്നും അല്ലായിരുന്നു കേട്ടോ. എന്നാലും രണ്ട് കമ്പ് കിട്ടിയതല്ലേ, നല്ലൊന്ന് കുഴിച്ച് വെച്ച് നോക്കാം. കിളുക്കട്ടെ എന്ന് കരുതി കുഴിച്ച് വെച്ചതാട്ടോ. ശകലം അത്ര വലിയ പച്ചപ്പൊന്നും ഇല്ലാത്ത കമ്പായിരുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമുക്ക് നേരത്തെ കോവലിൻ്റെ തൈ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ താഴേന്ന് കുഴിച്ച് വെച്ചിട്ട് നമ്മൾ ടെറസിൻ്റെ മേലിലോട്ട് പടങ്ങ് കെട്ടിയിട്ട് അങ്ങോട്ട് പടർത്തി കൊടുത്തായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ കായ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കോവലിൻ്റെ കമ്പോ ഒന്നും കിട്ടിയിട്ടില്ല. ഇവിടെയൊക്കെ തെങ്ങ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഓലമടലും തേങ്ങയൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുഴിച്ച് വെക്കുന്നതിൻ്റെ അകത്തോട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം വെക്കാനായിട്ട്. അപ്പം ഇങ്ങനെ വെച്ചാലും ചിലപ്പോൾ ഇടയ്ക്കൊക്കെ വീഴും കേട്ടോ, തെങ്ങ് ഉള്ളത് കൊണ്ട്. നമ്മൾ ചീരയൊക്കെ ഇട്ടതിൻ്റെ അരിയൊക്കെ ചെറുതായിട്ട് കിളുത്ത് വരുന്നുണ്ട് കേട്ടോ. അതൊന്നും ഇപ്പോൾ കാണിക്കാറായിട്ടില്ല, ഇതിനകത്ത് കണ്ടെന്ന് വരില്ല. അപ്പം അതൊക്കെ നല്ലതുപോലെ കിളുത്ത് പൊങ്ങിക്കഴിയുമ്പോഴത്തേക്കിന് ഞാനതെല്ലാം വീഡിയോ എടുത്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ചെറുതായിട്ട് പൊട്ടിമുളച്ച് വരുന്നുണ്ട്. പിന്നെയാണെങ്കിൽ നമ്മൾ പയറിൻ്റെ അരി ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുമൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അത് വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റുന്ന പരുവല്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അച്ചുക്കുട്ടൻ പൊന്നുവിനെ കളിയാക്കിക്കൊണ്ടൊരു പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. അത് അവളുടെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം കിട്ടിക്കഴിയുമ്പോഴത്തേക്കിന് സമാധാനം ആയിക്കോളും. നീ അല്ലാതെ പിന്നെ വേറെ ആരാ കിട്ടുന്നത്? വൈകിട്ട് ജിമ്മിൽ എല്ലാ ദിവസവും രാത്രി എനിക്ക് ഒത്തുന്നില്ലല്ലോ. സന്ധ്യയായി തുടങ്ങിയത് കൊണ്ട് തന്നെ നല്ല കൊതുകുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് അച്ചുക്കുട്ടൻ കുറേ ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വാഴ വയ്ക്കാൻ പറ്റുമോ എന്നൊക്കെയായിട്ട് പുള്ളിയുടെ വക പല ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അമ്മ വാഴടൊക്കെ ചോട്ടിലിടാൻ പറ്റും. ചോട്ടിലില്ലേ വാഴടൊക്കെ ചോട്ടിലില്ലേ ചാണകം ഇട്ട വാഴ നന്നായിട്ട് വളരുമോ? പിന്നെ വാഴയുടെ വിത്ത് വേണമെങ്കിൽ പേടിക്കണ്ടത്. വാഴ
അപ്പം നമ്മൾ കോവലൊക്കെ കുഴിച്ച് വെച്ച് കേട്ടോ. ഇതേ നമ്മൾ രാവിലെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, കറിവേപ്പിൻ്റെ തൈ കൊണ്ട് കുഴിച്ച് വെച്ചതാണ്. അതൊരെണ്ണം ഉണങ്ങിയെന്ന് തോന്നുന്നു. അതിൻ്റെ വേര് ശകലം പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതായിരിക്കും. പിന്നെ വേറെ 2-3 തൈ കൂടെ, കുഞ്ഞു തൈകൾ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, അതാ ഈ കാണുന്നത്. അത് കുഴിച്ച് വെച്ചിട്ടുണ്ട്. അത് വലിയ കുഴപ്പമില്ലാതെ. പിന്നെ 2 കറ്റാർ വാഴ ഉണ്ടായിരുന്നു. അത് നേരത്തെ ഞാൻ ചട്ടിക്കകത്ത് വെച്ചിരുന്നതാണേ. അതേ ഒരെണ്ണം ചാക്കിനകത്താക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരെണ്ണം അവിടെ മണ്ണിൽ തന്നെ കുഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ നമ്മൾ നേരത്തെ വെച്ചതിനൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യണേ. നല്ലതാണേലും മോശമാണേലും കമൻ്റ് ഇടണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് അടിച്ച് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.